വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ അഡ്വർബ് ക്ലോസിന് മനസ്സിലാക്കാം. നൗൺ ക്ലോസ് മനസ്സിലാക്കി നൗൺ ക്ലോസ് ഒരു സെന്റൻസിൽ നൗണിന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ അഡ്വർബ് ക്ലോസ് എന്തായിരിക്കും ഒരു സെന്റൻസിൽ ചെയ്യുക? അഡ്വർബിന്റെ വർക്കാണ് ഒരു സെന്റൻസിൽ ചെയ്യുന്നത്. An adverb clause is a group of words and does the work of an adverb. Adverb clause എന്ന് പറയുന്നത് a group of words with subject and verb. ആൻഡ് എന്താണ് വർക്ക് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ? അഡ്വർബിന്റെ വർക്ക് ചെയ്യുന്നു. എന്താണ് അഡ്വർബ് ഒരു സെന്റൻസിൽ ചെയ്യാറുള്ളത്? വെർബിനെ വിശേഷിപ്പിക്കുന്നു. It always modifies the verb. Sometimes it modifies adjective and also adverb. അഡ്വർബിനെയും വിശേഷിപ്പിക്കും, അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കും, അധികവും വെർബിനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർമ്മിക്കുക. അപ്പൊ അഡ്വർബ് ക്ലോസ് അഡ്വർബിന്റെ പ്രവർത്തനം ചെയ്യുന്നു. അഡ്വർബ് എന്ത് ചെയ്യുന്നു? വെർബിനെ വിശേഷിപ്പിക്കുന്നു, അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നു, അഡ്വർബിനെയും വിശേഷിപ്പിക്കാറുണ്ട്. The kids returned when the sun set. ഈ സെന്റൻസിൽ അഡ്വർബ് ക്ലോസ് ഉണ്ട്. The kids returned. കുട്ടികൾ എപ്പോഴാണ് തിരിച്ചു പോയത്? Returned എന്നുള്ളതാണ് വെർബ്. അതിനെയാണ് എപ്പോഴാണ് തിരിച്ചു പോയത്? When the sun set. സൂര്യൻ അസ്തമിച്ചപ്പോൾ കുട്ടികൾ തിരിച്ചുപോയി. അപ്പൊ when the sun set എന്ന് പറയുന്നത് അഡ്വർബ് ക്ലോസ് ആണ്. അത് വിശേഷിപ്പിക്കുന്നത് അത് എന്തിനെ കുറിച്ച് വിവരം തരുന്നു? കുട്ടികൾ തിരിച്ചു പോയതിന്, റിട്ടേൺഡ് എന്നുള്ളതിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ആ ടൈം പറയാണ്. എപ്പോഴാണ് റിട്ടേൺഡ് ആയത്? when the sun set. അപ്പൊ ഇതൊരു അഡ്വർബ് ക്ലോസ് ആണ്. ഇനി അഡ്വർബ് ക്ലോസുകളെല്ലാം ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് വെൻ, വൈ, വേർ ആൻഡ് ഹൗ. ഈ ക്വസ്റ്റ്യനുകൾക്കെല്ലാം ആൻസർ തന്നുകൊണ്ടാണ് അഡ്വർബ് ക്ലോസ് ഒരു സെന്റൻസിൽ കാണപ്പെടുന്നത്. വെൻ എന്ന് പറയുമ്പോൾ ടൈം, ഏത് ടൈമിലാണ് ആ പ്രവർത്തനം നടന്നത്. വൈ എന്ന് പറയുമ്പോൾ റീസൺ ആവാം, എന്തുകൊണ്ട് നടന്നു ആ പ്രവർത്തനം. വേർ എന്ന് പറയുമ്പോൾ അത് പ്ലേസ്. ഇനി ഹൗ എന്ന് പറയുന്നത് മാനർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു അഡ്വർബ് ക്ലോസ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അഡ്വർബ് ക്ലോസിനെ ഒന്ന് മനസ്സിലാക്കാം. എക്സാമ്പിൾസ് നോക്കുക. യു ക്യാൻ സിറ്റ് വെറെവർ യു ലൈക്ക്. നിനക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ നിനക്ക് ഇരിക്കാം എന്നാണ് പറയുന്നത്. യു ക്യാൻ സിറ്റ്. ഇവിടെ വെറെവർ യു ലൈക്ക് എന്നുള്ളതാണ് അഡ്വർബ് ക്ലോസ്. അത് പറയുന്നത് ആ വെർബിനെ വിശേഷിപ്പിക്കുകയാണ്. എവിടേക്ക് അവന് ഇരിക്കാൻ പറ്റും? അവന് ഇഷ്ടമുള്ളവിടെ. അപ്പൊ ഇത് അഡ്വർബ് ക്ലോസ് ആകുന്നു. അത് ആ വെർബിനെ വിശേഷിപ്പിക്കുന്നു. ഹി ആൾവേസ് കംസ് ഇഫ് ഐ കോൾ ഹിം. ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. കണ്ടീഷണൽ സെന്റൻസുകളെല്ലാം തന്നെ കോംപ്ലക്സ് സെന്റൻസ് ആണ്. കാരണം അതിൽ ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്, ഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്. ഇവിടെ ഏതാണ് ഡിപെൻഡന്റ് ക്ലോസ്? ഇഫ് ഐ കോൾ ഹിം. അതാണ് അഡ്വർബ് ക്ലോസ്. അവൻ എപ്പോഴാണ് വരിക? ഹി ആൾവേസ് കംസ്. എപ്പോഴാണ് അവൻ വരുന്നത്? ഇഫ് ഐ കോൾ ഹിം, ഞാൻ അവനെ വിളിക്കുമ്പോൾ. Nobody likes him because he is arrogant. ആരും അവനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്? Because he is arrogant. അവൻ കുറച്ച് അഹങ്കാരമുള്ള കുട്ടിയായതുകൊണ്ടാണ് ആർക്കും അവനെ ഇഷ്ടമില്ലാത്തത്. Nobody likes. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? Because, കാരണം പറയാണ്, because he is arrogant. ഇതൊക്കെ അധികവും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ അഡ്വർബ് ക്ലോസുകളൊക്കെ അധികവും കാണപ്പെടുന്നത്. ഇത് റീസൺ പറയാണ് എന്തുകൊണ്ടാണ് അവനെ ഇഷ്ടപ്പെടാത്തത് എന്നുള്ളതിന്റെ. എക്സാമ്പിൾസ്. വിവേക് പണിഷ്ഡ് ഹിസ് സൺ ബിക്കോസ് ഹി ടോൾഡ് എ ലൈ. വിവേക് മകനെ ശിക്ഷിച്ചു, പണിഷ് ചെയ്തു. എന്തിന്? ബിക്കോസ് ഹി ടോൾഡ് എ ലൈ. അവൻ ഒരു നുണ പറഞ്ഞതിന്. അപ്പൊ ഇവിടെ എന്തിനാണ് പണിഷ് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു റീസൺ ആണ് ഈ ഒരു അഡ്വർബ് ക്ലോസിലൂടെ പറഞ്ഞു തരുന്നത്. ബിക്കോസ് ഹി ടോൾഡ് എ ലൈ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിലാണ് അധികമായ അഡ്വർബ് ക്ലോസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ബിക്കോസിൽ തുടങ്ങിയിരിക്കുന്നു. ഹി എന്നുള്ളത് സബ്ജക്ട്, ടോൾഡ് എന്നുള്ളത് വെർബ്. വിവേക് പണിഷ്ഡ് ഹിസ് സൺ. എന്തിനാണ് വിവേക് മകനെ പണിഷ് ചെയ്തത്? ബിക്കോസ് ഹി ടോൾഡ് എ ലൈ. ഷീ സ്പീക്സ് ആസ് ഇഫ് ഷീ ന്യൂ ദ ആൻസർ. അവൾ എങ്ങനെയാ സംസാരിക്കുന്നത്? അവൾക്ക് ആൻസർ അറിയും എന്നതുപോലെയാണ് അവൾ സംസാരിക്കുന്നത്. ഷീ സ്പീക്സ്. അവിടെ സ്പീക്സ് എന്നുള്ള ആ വെർബിനെയാണ് അത് പറഞ്ഞു തരുന്നത്. വെർബിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ ആണ് നമുക്ക് അഡ്വർബ് ക്ലോസിലൂടെ മനസ്സിലാകുന്നത്. ഷീ സ്പീക്സ് ആസ് ഇഫ് ഷീ ന്യൂ ദ ആൻസർ. ഹി വിൽ വെയിറ്റ് there until the rain stops. അവൻ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യും? until the rain stops. മഴ നിൽക്കുന്നത് വരെ അവൻ അവിടെ വെയിറ്റ് ചെയ്യും. will wait until the rain stops.
അപ്പൊ ഇതും ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് പറയുന്നത്. എത്ര നേരം വെയിറ്റ് ചെയ്യും? until the rain stops. സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ തുടങ്ങിയിരിക്കുന്നു. the rain എന്നുള്ളത് വെർബ്, the rain എന്നുള്ളത് സബ്ജക്ട്, stops എന്നുള്ളത് വെർബ്. കാരണം ക്ലോസുകളിലെല്ലാം തന്നെ സബ്ജക്റ്റും വെർബും ഉണ്ട്. എന്നാൽ ഫ്രേസുകളിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിലും അതിന് സബ്ജക്റ്റ് വെർബും കൂടി ഒരുമിച്ച് കാണാൻ കഴിയില്ല. സ്റ്റോപ്പ് റൈറ്റിംഗ് വെൻ യു ഹിയർ ദ വിസിൽ. ഇതൊരു ഇംപറാറ്റീവ് സെന്റൻസ് ആണ്. സ്റ്റോപ്പ് റൈറ്റിംഗ് എപ്പോഴാണ് എഴുതുന്നത് നിർത്തേണ്ടത്? വെൻ യു ഹിയർ ദ വിസിൽ. വിസിൽ കേട്ടാൽ നിങ്ങളൊക്കെ സ്റ്റോപ്പ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇത് ടൈം പറയാണ്. വെൻ യു ഹിയർ ദ വിസിൽ സ്റ്റോപ്പ് റൈറ്റിംഗ്. ഇത് ഒരു അഡ്വർബ് ക്ലോസ് ആണ്. അത് വെർബിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താണ് ക്ലോസിന്റെ പ്രത്യേകത? സബ്ജക്റ്റ് വെർബുണ്ട്. The child cried as loudly as he could. കുട്ടി കരഞ്ഞു എന്നാ പറയണേ. എങ്ങനെയാണ് ആ കുട്ടി കരഞ്ഞത്? അവൻ എത്രത്തോളം ഉറക്കെ കരയാൻ പറ്റുമോ, എത്രത്തോളം ലൗഡായിട്ട് കരയാൻ പറ്റുമോ അത്രയും ലൗഡായിട്ട് ആ കുട്ടി കരഞ്ഞു. The child cried as loudly as he could. ഇവിടെയും ആ ക്രൈഡ് എന്നുള്ള പ്രവൃത്തിനെ തന്നെയാണ്, ആ ഒരു വെർബിനെ തന്നെയാണ് ഇത് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ അഡ്വർബ് ക്ലോസ് നിൽക്കുന്നത്. ആസ് ലൗഡ്ലി ആസ് ഹി കുഡ്. എത്രത്തോളം ലൗഡായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവൻ എന്ത് ചെയ്തു? കുട്ടി കരഞ്ഞു. When they finished the work, they went walking. ഇതും ടൈം തന്നെയാണ്. എപ്പോഴാണ് അവര് they went walking? അവരെപ്പോഴാണ് വാക്കിംഗ് പോയത്? When they finished the work. വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് they went walking. അപ്പൊ ഇതൊക്കെ ഈ അഡ്വർബ് ക്ലോസുകളൊക്കെ അഡ്വർബ് ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നു. അഡ്വർബ് എന്താ മെയിൻ ആയിട്ട് ചെയ്യുക? വെർബിനെ വിശേഷിപ്പിക്കും, അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കും, അല്ലെങ്കിൽ അഡ്വർബിനെ തന്നെ വിശേഷിപ്പിക്കുന്നു. അതെല്ലാം തന്നെ ഈ അഡ്വർബ് ക്ലോസും ചെയ്യുന്നു. അത് അധികവും സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിലാണ് തുടങ്ങുന്നത്. ഇനി നിങ്ങളോടുള്ള റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. എക്സസൈസ് നോക്കുക. When evening came, he returned home. He returned home. അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. എപ്പോഴാണ് റിട്ടേൺ? when he returned home? when evening came. വൈകുന്നേരം ആയപ്പോഴാണ് അവൻ വീട്ടിലേക്ക് പോയത്. ഇത് when evening came എന്ന് പറയുമ്പോൾ അതൊരു അഡ്വർബ് ക്ലോസ് ആണ്. എന്നാൽ നമുക്ക് ഈ ഒരു അഡ്വർബ് ക്ലോസിനെ അഡ്വർബ് ഫ്രേസ് ആക്കാം. അതെന്താണ്? at sunset he returned home. സൂര്യാസ്തമയത്ത് ആ സമയത്ത് അവൻ വീട്ടിലേക്ക് പോയി. at sunset, സൺസെറ്റിൽ അവൻ വീട്ടിലേക്ക് പോയി. when evening came he returned home. അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് അഡ്വർബ് ഫ്രേസ് ആണെങ്കിൽ ഒന്ന് അഡ്വർബ് ക്ലോസ്. അപ്പോൾ ഒരു സെന്റൻസ് അഡ്വർബ് ക്ലോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറുന്നു. എന്നാൽ അഡ്വർബ് ഫ്രേസിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ ഈ സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആയി മാറുന്നു. They work hard so that they may become rich. അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് അവർക്ക് റിച്ച് ആയി മാറാം എന്നാണ് പറയുന്നത്. അവർ റിച്ച് ആയി മാറാൻ ചാൻസുകളുണ്ട്. They may become rich. കാരണം എന്താണ്? They work hard. ഇവിടെയും നമുക്ക് ഈ so that they may become rich എന്നുള്ള അഡ്വർബ് ക്ലോസിനെ ഒരു അഡ്വർബ് ഫ്രേസ് ആക്കിക്കൊണ്ട് ഈ സെന്റൻസിനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കാം. അതെങ്ങനെയാ പറ്റുക? They work hard to become rich. To become rich എന്ന് മാത്രമാണെങ്കിൽ അതൊരു അഡ്വർബ് ഫ്രേസ് ആകുന്നു. എന്നാൽ so that they may become rich എന്നാവുമ്പോൾ അത് ക്ലോസ് ആകുന്നു. കാരണം ക്ലോസിൽ എന്തുണ്ട്? a group of words with subject and verb. എന്നാൽ ഫ്രേസ് എന്താണ്? a group of words without subject verb കോമ്പിനേഷൻ. രണ്ടും കൂടി കാണില്ല. അപ്പൊ അങ്ങനെ അഡ്വർബ് ഫ്രേസിനെയും മനസ്സിലാക്കുക.